15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒമാൻ എയർ ലാഭത്തിലേക്ക്. വിഷുവിനെ വരവേൽക്കാൻ ഒമാൻ മസ്കത്തിലെ പ്രവാസികളും. ഖരീഫ് സീസണിൽ വിമാന നിരക്കുകൾ നിയന്ത്രിക്കും. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒമാൻ എയർ 3.2 ദശലക്ഷം ഒമാനി റിയാലിന്റെ പ്രവർത്തന ലാഭം രേഖപ്പെടുത്തി. ബാങ്ക് വായ്പകളിൽ 27 ദശലക്ഷം റിയാലിന്റെ കുറവുമുണ്ടായി. 2009 ശേഷം ആദ്യമായിട്ടാണ് കമ്പനി ഇത്തരമൊരു നേട്ടം കൈവരിക്കുന്നതെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രി സഊദ് ബിൻ ഹമൂദ് അൽ മവാലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം 5.8 ദശലക്ഷം യാത്രക്കാരാണ് ഒമാൻ എയറിൽ യാത്ര ചെയ്തത്. യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 7 മുതൽ 8% വരെ വർധനവ് രേഖപ്പെടുത്തി. വിമാനങ്ങളിലെ സീറ്റ് ലോഡ് ഫാക്ടർ 82% ഉയർന്നു. പ്രവർത്തന ചെലവുകൾ 6% കുറയ്ക്കാനും ഒമാൻ എയറിന് സാധിച്ചു. ആംസ്റ്റർഡാം, ബാഗ്ദാദ്, കോപ്പൻഹേഗൻ, തായിഫ് എന്നിവിടങ്ങളിലേക്ക് നേരിട്ടുള്ള പുതിയ സർവീസുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ചിരുന്നു. കൂടാതെ വൺ വേൾഡ് ഐലൻഡ്സിൽ അംഗമായത് ആഗോളതലത്തിൽ 900-ലധികം ഇടങ്ങളിലേക്ക് ഒമാൻ എയറിന് കണക്ടിവിറ്റി നൽകുന്നുമുണ്ട്. പോയിന്റ് ടു പോയിന്റ് സർവീസുകളിൽ 34% വർധനവാണ് ഉണ്ടായത്. നിലവിൽ 33 വിമാനങ്ങളുമായി 45 ഡെസ്റ്റിനേഷനുകളിലേക്ക് ഒമാൻ എയർ സർവീസ് നടത്തുന്നുണ്ട്. സലാം എയറുമായുള്ള സർക്കാർ സഹകരണവും ഒമാൻ എയറിന്റെ ഈ കുതിപ്പിന് കരുത്തേകിയതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രവാസി മലയാളികളുടെ വിഷുക്കണിയായി കൊന്നപ്പൂ പൂത്ത കാഴ്ചയാണ് ഒമാനിലെങ്ങും. വിഷുവിനെ വരവേൽക്കാൻ ഒമാൻ മസ്കത്തിലെ പ്രവാസികളും ഒരുങ്ങി. പ്രവാസ ലോകത്തെ പരിമിതികൾക്കിടയിലും നാട്ടിലെ ഗൃഹാതുരത്വം തിരികെ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒമാനിലെ മലയാളി സമൂഹം. മസ്കത്തിലെ 4 വനിതകൾ ചേർന്ന് വിഷുവിനോടനുബന്ധിച്ച് ഒരു ആൽബവും പുറത്തിറക്കി. രമ ശിവകുമാർ, മിനി പ്രകാശ്, സിമി, ബിജു എന്നിവർ ചേർന്നാണ് 2 മിനിറ്റ് ദൈർഘ്യമുള്ള ആൽബം ഒരുക്കിയത്. പാട്ടിന്റെ രചന നിർവഹിച്ചതും സംഘത്തിലെ മിനി പ്രകാശാണ്. പുതിയ വർഷത്തിലെ ഖരീഫ് സീസണിനോടനുബന്ധിച്ച് മസ്കത്ത് സലാല വിമാന സർവീസുകളുടെ നിരക്കുകളിൽ നിയന്ത്രണം പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രാലയം. സീസണൽ നിരക്ക് വർധന ഒഴിവാക്കുന്നതിനായി ഘട്ടം ഘട്ടമായി ഫിക്സഡ് നിരക്ക് സംവിധാനം അവതരിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. ഒമാൻ എയർപോർട്ട്സ്, ഒമാൻ എയർ, സലാം എന്നിവർ സംയുക്തമായി മസ്കത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. 2025 മികച്ച പ്രവർത്തന സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചതായി കമ്പനികൾ അറിയിച്ചു. ഖരീഫ് സീസണിൽ നിരക്കുകളിൽ സുതാര്യത ഉറപ്പാക്കുകയും യാത്രാ പദ്ധതികൾ എളുപ്പമാക്കുകയും ചെയ്യുന്നതിനായാണ് പുതിയ നിരക്ക് ഘടന അവതരിപ്പിച്ചത്. പുതുക്കിയ സംവിധാന പ്രകാരം ഖരീഫ് സീസൺ നിരക്ക് 54 ഒമാനി റിയാലായി നിശ്ചയിച്ചപ്പോൾ ഓഫ് സീസൺ അടിസ്ഥാന നിരക്ക് 64 ഒമാനി റിയാലായി നിശ്ചയിച്ചു. ബുക്കിംഗ് സമയം കണക്കിലെടുത്ത് ഡൈനാമിക് നിരക്കുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസം മുമ്പ് ബുക്ക് ചെയ്യുന്നവർക്ക് 36 ഒമാനി റിയാൽ, 2 ആഴ്ചയോ അതിനു മുമ്പോ മുൻകൂർ ബുക്കിങ്ങിന് 46 ഒമാനി റിയാൽ, അവസാന നിമിഷ ബുക്കിങ്ങിന് 57 ഒമാനി റിയാൽ എന്നിങ്ങനെയാണ് നിരക്ക് നിശ്ചയിച്ചത്. മുൻകാലങ്ങളിൽ 90 ഒമാനി റിയാൽ വരെ ഉയർന്നിരുന്ന നിരക്കാണിപ്പോൾ ക്രമപ്പെടുത്തിയത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.